എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, എന്താണ് മത്സരം? ഹിന്ദി. ഓക്കെ, മലയാളവും തമിഴും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ ഇങ്ങനെ ഒരുപാട് വരുന്നു. മറ്റു ഭാഷയിലും ഉണ്ട് ഹിന്ദി. ഓക്കെ, ഹിന്ദി ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കട്ടെ. യെസ്, ഹെഡ് ടൈലെ ഫസ്റ്റ് വൺ ഞാൻ എടുക്കുന്നു. ഫസ്റ്റ് തന്നെ ഒരു ഹിന്ദിയാണ് തരും കേട്ടോ. ഹിന്ദിയിൽ തുടങ്ങാം നമുക്ക്. ഇങ്ങനൊന്നും ഒറ്റടിക്ക് പറയാലടാ. കണ്ടോ നോക്കാം. ഹിന്ദി തീരെ താല്പര്യമില്ല, കിട്ടിയിട്ടില്ല. 7 കടൽ 7 മല സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഓൾറെഡി വന്നതാണ്. പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, 20-ാം തീയതി അല്ലേ വരുന്നത്? 20-ാം തീയതിയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നത് കേട്ടോ. സിനിമ സംവിധാനം ചെയ്യുന്നത് റാം. ഇതും ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പോസ്റ്ററാണ് അല്ലേ? അതും ട്രെയിനിൻ്റെ ഉള്ളിൽ. എന്തായാലും ഒരു ഗംഭീര സിനിമയായിരിക്കും. വ്യത്യസ്തമായ ഒരു ലവ് സ്റ്റോറി. അതാണ് വർഷങ്ങൾ കൊണ്ടുള്ള മാറ്റമുള്ള. അത് എത്രയോ വർഷങ്ങളിൽ അതെ, അവര് അതിനകത്ത് എത്രയായിരുന്നു പറഞ്ഞ? അത് നൂറ്റാണ്ടുകൾക്ക് മാറ്റം. അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രേമമാണ്. എന്തായാലും കണ്ടറിയാം. നോക്കാം. അഞ്ജലിയാണ് നായിക, സൂരി, നിവിൻ പോളിയാണ് നായകന്മാരായിരിക്കുന്നത്. അടുത്തത് പൈങ്കിളി. പൈങ്കിളി സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ അമ്പാനാണ് തകർത്തോണ്ടിരിക്കുകയാണ്. അതെ, ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമ. യെസ്, സിനിമ ഫെബ്രുവരി 14 റിലീസിന് എത്തുകയാണ് കേട്ടോ. ഇത് വന്നതായിരുന്നു 14 എന്നുള്ളത്. 14 എത്ര സിനിമയില്ല? 14 ഒരുപാട് സിനിമയായി. ബസൂക്ക, ദാവീദ്, പൈങ്കിളി, അത് തന്നെ 14 3 ഓ ഭീകരം, ഭയങ്കര ക്ലാഷായി പോയല്ലോ. ഓക്കെ, അടുത്ത ഗിരി. നിലാവുക്ക് എന്മേലെ എന്നാടി കോപം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അവൻ എന്നെ പിച്ചി, അവൻ എന്നെ മാന്തി, അവൻ അങ്ങനെ റീൽസ് ഒക്കെ ഓപ്പൺ ആക്കി വെക്കും. സത്യം. എന്നിട്ട് ഇരുന്ന് കരയാൻ. എന്നിട്ട് റീൽസ് തീരുകയാണ്. അപ്പം എന്തെങ്കിലും പറയാനുണ്ടാവും എന്ന് കരുതും. ഒന്നുമില്ല, കരച്ചിൽ നിൽക്കുന്നോട്ട് പിന്നെ റീൽസ്. ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെ സംഭവം, വേറെ റീല് കാണിക്കാണ്ടെന്നില്ല. അതായത് നമ്മുടെ വിശാലിന്റെ അത് പെരിയത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. നിലാവുക്ക് എന്മേലെ എന്നാടി കോപം ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. അത് വിടാമുയർച്ചിനെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് ഫെബ്രുവരി 21-ാം തീയതിയാണ് സിനിമ റിലീസ്. 6-നായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞിരുന്നത്. അതായത് 6-ാം തീയതി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ 21-ലേക്ക് മാറ്റിയിട്ടുണ്ട്. 6-ന് വരുന്നുണ്ടല്ലോ ചെറുക്കൻ. ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമ കേട്ടോ. മലയാളികൾ കൂടുതലുണ്ട്. തോമസ് ഉണ്ട്, കുറെ പേരുണ്ട്, പ്രിയ പി വാര്യർ ഉണ്ട്, പിന്നെ അനിക ഉണ്ട്. അനികയാണ് മെയിൻ നായിക. ഓക്കെ, അപ്പോൾ കാണിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം. ഇനി കടന്നു. വിശാലിന് വയ്യായിരുന്നു. ശരിക്കും വിശാൽ കിടക്കേണ്ടതായിരുന്നു അവിടെ എവിടെയും. എന്നിട്ട് അവിടെ എണീറ്റ് വന്നു. അപ്പോഴേ നമ്മൾ പറഞ്ഞു അത് ലോ ഗുഡായിപ്പാണ്. പിന്നെ അതിന് ശേഷം ആള് ആ ലുക്കിൽ വന്നിട്ടേ ഇല്ല, കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇത് പ്രമോട്ട് ചെയ്യണ്ടാ. സോഡ കുപ്പി ഗ്ലാസ് പോയി, ഇപ്പൊ തൊപ്പി കയറി. അന്നെ ഞാൻ ചോദിച്ചതാ, പനിച്ച എന്തിനാ കണ്ണാടി വെക്കുന്നതിന്? അതും കണ്ണാടി വെക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഒരു സാധനം വെച്ചാ പോരെ. മറ്റേ ക്യാരക്ടർ പിടിച്ചാണ് കാണിക്കണം അതിന്. പിന്നെ കണ്ണ് ചുമപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള സംഭവം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പാടിട്ടുണ്ടായിരുന്നു, കൈക്കുള്ള വിറയലുണ്ടായിരുന്നു. ടീഷർട്ടാണ് ആള് സ്ഥിരം യൂസ് ചെയ്യുന്നത്, അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആള് ടീഷർട്ടിൽ മാത്രമാണ് വരുന്നത്. പിന്നെ വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, മാല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്യാപ്പ് ഇപ്പൊ ഇട്ട് തുടങ്ങിയിരിക്കുന്നു. അന്ന് ക്യാപ്പ് ഇടാതെ കുറ്റിയാക്കിയിട്ട് അതും ശരിയായില്ല. എന്തോ ഈ മറ്റേ നമ്മൾ ക്യാരക്ടറിന് ഒരു കൊല സിനിമയില് വയ്യാത്ത ആളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ. അതായത് ഒരു 10-15 വയസ്സുള്ള ഒരു മനുഷ്യൻ വയ്യാണ്ടായി വന്നിരുന്ന എങ്ങനെ ഉണ്ടാവും? അങ്ങനെയല്ല, അതുക്കും അപ്പോ എന്നിട്ട് ആള് ഇപ്പോ അതിനുശേഷം ആളുടെ ലുക്ക് മാറ്റി. ഏത് അപ്പൊ നിങ്ങൾ ചോദിക്കും പനിയൊക്കെ മാറിയിട്ടുണ്ടാവൂലേ? അതുകൊണ്ടല്ലേ. പനിയാണെങ്കിൽ മൂപ്പർക്ക് എന്താ ഈ കോസ്റ്റ്യൂമിൽ വന്ന എന്തായിരുന്നു കുഴപ്പം? അതെ അതെ അതെ, ആ വെള്ളയും അല്ലെ ആ വലിയൊരു സാധനം ഇട്ടിട്ട് തന്നെ പറഞ്ഞത് എന്ത് നിർബന്ധമായിരുന്നു. ഇവര് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മുടി എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഹൈഡ് ചെയ്യും. പിന്നെ മറച്ചു വെക്കും. തൊപ്പി വെച്ചിട്ട് എപ്പോഴും വരുള്ളൂ, പ്രത്യക്ഷപ്പെടുള്ളൂ ഏത് പബ്ലിക്കില്. അപ്പോൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. ഇത്രേ ഉള്ളൂ, നോക്കിക്കോ. എല്ലാവർക്കും വിശ്വസിച്ചവർക്കുള്ള കൊട്ടാണ്. മറുപടി യൂട്യൂബില് വൈറൽ വീഡിയോ നടനായി പോയി അല്ലേ?
ഇത് കണ്ടിട്ട് വിശ്വസിച്ച് കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? അതാ പറഞ്ഞേ, ഇത് കണ്ടിട്ടേ ശരിക്കും ഇത് കണ്ടപ്പോ തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചൊരു സംഭവമുണ്ട്, അത്രേ ഉള്ളൂ. പക്കാ ഫേക്ക് ആണെന്നുള്ളത്. അത് നമ്മൾ പിറ്റേ ദിവസം അതിന്റെ വീഡിയോയിൽ പറയുകയും ചെയ്തതാണ്. അതിനകത്ത് ഒരു മാറ്റം നമുക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ വൈറ്റ് ഷർട്ട് ഇട്ടോട്ടെ, കുഴപ്പമില്ല. നമ്മള് വൈറ്റ് ഷർട്ടൊക്കെ യങ്സ്റ്റേഴ്സ് എങ്ങനെ പിന്നെ മാടക്കി വെച്ച് കൃത്യമായിട്ട് വന്നിട്ട് ഇവിടെ അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എത്ര പനി ഉണ്ടെന്ന് പറഞ്ഞു, നീ വീഴാൻ പോകുന്ന പോലത്തിലാണെങ്കിൽ, നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ പോലും നമ്മൾ സാധാരണ ഡ്രസ്സ് ഇടുന്ന എങ്ങനെയാ, അങ്ങനെ ഇട്ടിട്ടല്ലേ പോവുള്ളൂ. അല്ല, ഞാൻ എന്റെ ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് ഫാദർ നിങ്ങളുടെ ആ ഡ്രസ്സൊക്കെ അപ്പൊ കണ്ണാടി നീ എന്റത് ചോദിക്കും, അതും എടുത്തുള്ളൂ. കണ്ണാടി എന്നെ എടുത്തിട്ട് ഇത് ചെറുതാ, അങ്ങനെയല്ല, ലെൻസ് കട്ടിയുള്ളത് വേണം. ഓക്കെ, അടുത്തത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സിനിമയുടെ റിലീസ് ഡേറ്റ് ഫെബ്രുവരിയിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ട്, February 20. വാവ്. ഓക്കെ, ഓരോ ആഴ്ചയിലും ഓരോന്ന് വെച്ചിട്ട് മതി, ഇങ്ങനെ കിട്ടിയാൽ മതി. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ കേട്ടോ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആള് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. പിന്നെ പ്രിയാമണി നായിക. ഓക്കെ, അടുത്ത ദാവീദ് സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ. ഇടിയുടെ വെടിയുടെ അടിയുടെ പൂരം എന്നൊക്കെ പറയില്ലേ, എന്താ സാധനം. ആഷിഖ് അബു, ക്യാരക്ടർ നെയ്മാണ്, നമ്മുടെ ആന്റണി പെപ്പ ചെയ്യുന്ന കഥാപാത്രമാണ് ആഷിഖ് അബു. പൊളി. സിനിമ റിലീസിനെത്തുന്നത് February 14. നല്ല ഇടിവെട്ട് പഞ്ച് ആണെങ്കിൽ February 14 ടിക്കറ്റ് എടുത്തോ. അതാ പറഞ്ഞത്. ഇപ്പോ എന്താ ശരിക്കും മമ്മൂക്കയുടെ ഒരു സിനിമ നമ്മൾ ഒരിക്കലും ക്ലാഷിന് ഒരിക്കലും മറ്റു സിനിമകളുടെ കൂടെ പറയാറില്ല. അതെ, സത്യം. ഇപ്പൊ എല്ലാം ഒരേപോലെയായി. ക്ലാഷ് എന്ന് പറഞ്ഞാൽ വലിയ സിനിമകളെല്ലാം ഇപ്പൊ ആര് ചെയ്യുന്നു എന്നുള്ളതൊന്നുമല്ല. ഇപ്പൊ എല്ലാ സിനിമയും നമ്മൾ ക്ലാഷിനായി വെക്കുന്ന പോലെയാണ്. അതെ, ചിന്തിച്ചു നോക്കണം. എന്തായാലും ഗോവിന്ദ് വിഷ്ണു ആണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് മാമൻ. സൂരി നായകനാകുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. പ്രശാന്ത് പാണ്ഡ്യരാജാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. നമ്മൾ സ്വാസികയ്ക്ക് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഓക്കെ, സമ്മറിനാണ് സിനിമ റിലീസ് എത്തുന്നത്. ഓക്കെ, അടുത്ത കിഴി SG 250 ഒറ്റക്കൊമ്പൻ സിനിമയിൽ വില്ലനായിട്ട് നമ്മുടെ കാബിർ ദുഹാൻ സിംഗ് വരും എന്നുള്ളത് ഏതാണ്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ആയതാണ്. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാബിർ ദുഹാൻ സിംഗ് ഇതിൻ്റെ ക്ലാബ് ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. സന്തോഷമായേ. അപ്പോൾ പോലീസുകാരനായിട്ടായിരിക്കും അല്ലേ? ഞാൻ സന്തോഷമായെന്ന് കേൾക്കുമ്പോഴേ അതായിരിക്കും പോലീസുകാരനായിട്ട്. അതായത് അവനോട് എതിരിടുന്ന ആ ഒരു അപ്പുറത്ത് വിവേക് ഒബ്രോയി ഒന്നും ഇവിടെ കാബിർ ദുഹാൻ സിംഗ് വരുന്നു. ഞാനേ മറ്റത് പറയാൻ വന്ന എന്താ പറയാ, അത് കേൾക്കുമ്പോ മനസ്സിലായേ എന്ന് വെക്കുന്നില്ലേ, അല്ലാതെ സന്തോഷമായെന്ന് വെച്ചില്ല. അത് എനിക്ക് അപ്പൊ ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ മമ്മൂക്ക് എന്താ പറയുക, നന്ദി ഉണ്ടേ, ആ സാധനം ഓർമ്മ വരും. അത് അടിപൊളി, അത് കേൾക്കാൻ. അടുത്തത് കൂടോത്രം. യെസ്, ബൈജു എഴുപുന്ന ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ടൈറ്റിൽ ലുക്ക് ഒരു മുട്ട. അതെ, മുട്ടയാണ്. അത് കൂടോത്രം എഴുതിയ രീതിയിൽ എഴുതിയിട്ട് മുട്ടയുടെ രൂപം, പിന്നെ അതിൽ ചരടൊക്കെ ഉണ്ട്, പിന്നെ അതിനെ പേടിച്ചിട്ട് ഓടുന്ന കുറെ ആൾക്കാർ. രസമുണ്ട് കേട്ടോ. കൂടോത്രം പരിപാടി ആയിരിക്കും കേട്ടോ, ഉറപ്പല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നീ വെച്ച കൂടോത്രം നല്ല. എനിക്ക് അല്ലെങ്കിൽ കൂടോത്രം നിനക്ക് എങ്ങനെ ഇത് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ കൂടോത്രം എന്തുകൊണ്ട് ഇവന് കിട്ടിയെന്ന് വെച്ചാൽ ഇവ എന്ന് കൂടോത്രത്തിന്റെ പരിപാടി ഉണ്ട് എപ്പോഴും. എനിക്ക് ഞാൻ രാവിലെ എന്നും 2 മുട്ട തിന്നും, അതാണ് കൂടോത്രം ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഉള്ള കാര്യം പറയാലോ. ചൂടാണെങ്കിൽ ഊതും, ചൂട് കൂടിയ പിന്നെ ഊതണ്ടേ. പഠിക്കാറുണ്ടോ? ഇല്ല ഇല്ല, അത്തരം പരിപാടികളൊന്നും. ഓക്കെ, അടുത്ത കിഴി പെരുന്നാൾ സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ വിനായകനും ഷൈൻ ടോം ചാക്കോയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഈ പോസ്റ്ററിലുള്ളത് നമ്മുടെ വിനായകനാട്ടോ. അതാ പൊളി സാധനമായിരിക്കും കേട്ടോ. ടോം ഇമ്മട്ടിയാണ് കേട്ടോ. ടോം ഇമ്മട്ടിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നാളുകളായി ടോം ഇമ്മട്ടി പേര് കേട്ടിട്ടോ. ഇതാണെങ്കിലും ഗംഭീരമാട്ടെ. എല്ലാവിധ ആശംസകളും ബ്രോ. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. 13+ ആണ് കേട്ടോ US സർട്ടിഫിക്കറ്റ് ആണെങ്കിലും. എന്താണെങ്കിലും അതെ, 2.5 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, സിനിമ 23-ാം തീയതി റിലീസിനെത്തും. ഓക്കെ, അടുത്ത കിഴി മാർക്കോ സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു റൂമർ വരുന്നുണ്ട്.
ഇത് പറയാൻ നമുക്ക് പേടിയുണ്ട്, കാരണം ഇതിന്റെ ടീം ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒഫീഷ്യലി വിടും എന്നുള്ളത്. ഒഫീഷ്യലായിട്ട് അവർ വിടും. പിന്നെ അത് മാത്രമല്ല ഇപ്പം അടുത്തൊന്നും OTT പ്ലാൻ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതായിരുന്നു. ജസ്റ്റ് റൂമറുകളാണ്. അത് നമ്മൾ ആദ്യം തന്നെ അത് പറയാണ്. അത് പ്രതീക്ഷിച്ചിരിക്കുമെന്ന് വേണ്ട, അവർ ഒഫീഷ്യലി വിടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ പറയുന്നുണ്ട്. അതെ, എന്തായാലും വരുന്ന ഡേറ്റ് 31 ജനുവരി 31. ഓക്കെ, ഇതിനുള്ള ടൈം ആയോ? ജനുവരി 30, 15 ദിവസം ഇനിയില്ലേ? അപ്പൊ ഏതാണ്ടൊക്കെ ഏകദേശം ഒക്കെ ടൈം ആയിട്ടുണ്ട്. കാരണം കച്ചവടം നടന്ന് കിട്ടണമെങ്കിലേ ഇപ്പോഴെങ്കിലും വിൽക്കണല്ലോ. അടുത്തത് ദേവ. ഞാൻ പറഞ്ഞില്ലേ കൂടോത്രം. ദേവ സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയാക്ഷൻ ചെയ്യാതിരുന്നത് തന്നെയാണ് മനഃപൂർവ്വം. കാരണം റോഷൻ ആൻഡ്രൂസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആളുടെ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് പേടി, നമ്മൾ അഭിപ്രായം പറയും, പക്ഷെ റിയാക്ഷൻ ചെയ്യാൻ പേടി. ഒരു വീഡിയോ കിടപ്പുണ്ടല്ലോ, അതെ അമ്മക്ക് അങ്ങ് അടിച്ചു കൊടുത്തേക്കോ. അതാ പറഞ്ഞത്, വെറുതെ മേടിച്ച് കൂട്ടണ്ടല്ലോ. എന്താണെങ്കിൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടു, കുഴപ്പമില്ല. സംഭവം നല്ല രീതിയിലുള്ള മേക്കിംഗ് ആണ്. പുതിയ പരിപാടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ സാധനം മുംബൈ പോലീസ് തന്നെ കേട്ടോ. അതിന്റെ കണക്ഷനൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എല്ലാം. അത് കണ്ടവർ എല്ലാ കാര്യത്തിലും. അതെ, അല്ല വണ്ടി പോകുന്നത്, അതിന്റെ കളറും പിന്നെ ആളുടെ മറവി സംഭവങ്ങളും അതൊക്കെ ആള് ഇതിൽ കുറച്ച്, അതായത് ഒരു ഗുണമായിട്ട് എടുത്തുക തോന്നുന്നു. വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അതുപോലെ ഇപ്പൊ ഇറക്കിയിട്ട് കാര്യമില്ല. അതെ, ആ കണ്ടന്റ് വെച്ചിട്ട് ഇപ്പൊ ഓടൂല. അപ്പം അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യത ഉള്ളത് കൂടുതലും ശരിക്കും വരേണ്ടത്, അതായത് ബോളിവുഡിലൊക്കെ പ്രത്യേകിച്ച് ഇതിട്ടാണെങ്കിൽ ഈ നമ്മുടെ ജയസൂര്യന്റെ ക്യാരക്ടറില്ലേ, ഇതിൽ നല്ല ആളാണല്ലോ, അത് മോശമാവണം. ക്ലീശയാണ് എന്നാലും. അപ്പോൾ സംഭവം മോശമാണെങ്കിൽ മാത്രം ഈ ക്യാരക്ടർ എടുക്കുള്ളൂ. അതെ, വില്ലനായി മാറും. അല്ലെങ്കിൽ ആര് നമ്മുടെ ഷാഹിദ് കപൂറിൻ്റെ ക്യാരക്ടർ മാത്രമല്ല അറിഞ്ഞ് തന്നെ, അതായത് ആള് വലിയ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നു, അതിനുശേഷം കൊന്നു. അത് വരുമ്പോൾ കൂടുതൽ പഞ്ചിട്ടും ഹീറോയിക് പരിപാടി കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ചേർത്താലേ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു വിജയം ഉണ്ടാവും. അത് മാത്രമല്ല മറ്റേ കണ്ടന്റ് എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓക്കെ അല്ലല്ലോ. അന്ന് നിയമപരമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇന്ന് അതൊരു വിഷയമല്ലാത്ത കാലമാണ്. എന്തേ അതിനൊന്നും ചോദിക്കുള്ളൂ. അതിനിപ്പോ എന്താ പ്രശ്നം ചോദിക്കും. അതെ, എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാ. ഓക്കെ, അടുത്ത കിഴി ഐസ് വരുന്നുണ്ടല്ലോ. നല്ല പേരാണല്ലോ, ഐസ് വരുന്നുണ്ടല്ലോ. തണുപ്പുണ്ടാവോ? ചോറോടൊന്നും എടുക്കാൻ നന്ദിയുണ്ട്. ഓക്കെ, അടുത്ത കിഴി തുടരും. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയ ഫാൻ പേജിലും പിന്നെ ഗ്രൂപ്പിലൊക്കെ കണ്ടു വരുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് അറിഞ്ഞുകൂടാ, ജനുവരി അറിയത്തില്ല. ജനുവരി 20 ഇവർ പറയുന്ന ഡേറ്റ് ഒക്കെ. എന്താണെന്ന് അറിയില്ല. ഒഫീഷ്യലി അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനത്തെ ഒരു അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ടീസറിന്റെ സെൻസറിങ് കഴിഞ്ഞതാണ്. 39 സെക്കൻഡാണ് ഇതിന്റെ ഡ്യൂറേഷൻ. എന്തായാലും വന്നാൽ പൊളിക്കാൻ അതെ തകർക്കാം. ഈ സിനിമ OTT കച്ചവടം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അതായത് റിലീസ് ഡേറ്റ് മാറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ, മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിൽ റീഷൂട്ടും കാര്യങ്ങളൊന്നും അല്ല, OTT കച്ചവടം. അപ്പൊ ഇന്നലെ നമ്മളെ ആരോ പറഞ്ഞു പറ്റിച്ചു. അല്ല, നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും വിശ്വസിക്കണ്ട. അതെ, പക്ഷേ ക്യാപ്ഷനിൽ കൊടുത്തു. പക്ഷെ കണ്ടവരൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ വെറും മണ്ടത്തര. ഇത് സംഭവം നമ്മൾ അതിനകത്ത് പറഞ്ഞ കാര്യം അത് തന്നെയാണ് കേട്ടോ. ഇതുവരെ ഒഫീഷ്യലായിട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു ഇതും വന്നിട്ടില്ല. കാരണം അത് ജനുവരി 30 തന്നെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ടെന്നോ അതിൽ നിന്ന് ഡേറ്റ് അങ്ങോട്ടും പോകുന്നുണ്ടെന്നുള്ള ഒന്നും വന്നിട്ടില്ല. അല്ലാതെ പുറത്തു വരുന്ന റൂമറുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അറിഞ്ഞ ചില കാര്യങ്ങൾ. അതായത് ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട് സിനിമക്ക്. 30 കോടിൻ്റെ മുകളിലുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ ചെയ്യുന്ന സിനിമയല്ലല്ലോ, അത് പ്രൊഡക്ഷൻ വേറെ ആണല്ലോ, രജപുത്രയാണ്. അപ്പോൾ ആൾക്കുള്ള സാലറി കൊടുക്കണമല്ലോ. എന്തായാലും 15 കോടി അതിന് മുകളിൽ അത്യാവശ്യം വരും. അപ്പോൾ എന്തായാലും 30-30ൻ്റെ മുകളിലേക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇത് OTT കച്ചവടം ആയാലേ ഇത് തിയേറ്ററിലേക്ക് റിലീസ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് വൈസ് സേഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മാർച്ച് എൻഡോടെ OTT പ്ലാറ്റ്ഫോമിൽ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇയർ എൻഡിൻ്റെ ഈ ഒരു കുറച്ച് ക്യാഷ് ഇതിനായിട്ട് തയ്യാറാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല പൈസക്ക് വിറ്റ് പോകും. അപ്പോൾ അതിനുശേഷം റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് മാത്രമുള്ള പ്രശ്നം. ഉറപ്പൊന്നുമില്ലേ. അടുത്തത് വീരധീര ശൂരൻ. ഓക്കെ, സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 28 ആയിരിക്കും എന്നുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ കിഴി അങ്ങ്. അപ്പോൾ 2025 അതായത് മത്സരിച്ചതിൽ
ഒരു കിഴിക്ക് ഇപ്പോൾ ആള് മുന്നോട്ട് നിൽക്കണം. ഇനി എത്ര കിഴികൾ ഇപ്പോൾ 3-2 ആയില്ലേ, 3 അത് അടുപ്പിച്ച് ഹാട്രിക്ക് അല്ലേ? ഇന്നലെ സമനിലയല്ലേ? സമനില കൂട്ടുകാരല്ലേ, മുട്ടിയിട്ടു. പക്ഷെ ബാക്കിയൊക്കെ 6. അപ്പൊ എന്തായാലും 3-2 ആയിട്ടുണ്ട്. ചെറുകനെ വിജയം കൊടുത്തു കഴിഞ്ഞതാണ് പ്രശ്നം. വിജയത്തിന്റെ ആ ഒരു രുചി അറിഞ്ഞു കഴിഞ്ഞാൽ വിടൂല. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതല്ല നിന്നോട് നന്ദിയുണ്ടേ തരുന്നുണ്ടല്ലോ, പിന്നെ അതുപോലെ എന്തേലും കിട്ടിയാ പോരെ. തവ്യോ കട ഇല്ല കഴിഞ്ഞു. അല്ല കൂടോത്രം ഉണ്ടോ? ആ മുട്ടയുണ്ട് അടിയില്, അർത്ഥം മാറുവേ. എന്താണെങ്കിലും ഞങ്ങൾ അതിലൊന്നും പ്രശ്നമല്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.